അച്ഛനും അമ്മയും എന്താ ഇതുവരെ വരാത്തത്? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. പോയ വിവരച്ച ഒന്നും അറിയുന്നില്ല. ഒന്ന് വിളിച്ചു ചോദിക്കാന്ന് വെച്ചാൽ അവരെന്ന് വഴക്കും കേൾക്കും. അയ്യോ, ആ വരുന്നത് രമേശ് അല്ലേ? ഈശ്വര, അവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഹേ അച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വേഗം പൊക്കേ. ഹേ അച്ചു, ഞാൻ നിന്നെ കാണാനാണ് വന്നിരിക്കുന്നത്. നീ പറഞ്ഞില്ല ഒരു ബൈക്ക് വാങ്ങിക്കാൻ. എനിക്ക് സ്കൂട്ടിയെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമുക്ക് ചുറ്റിക്കറങ്ങാൻ. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ ഓരോന്ന്. നീ ഇപ്പൊ പോയിക്കേ. എനിക്കിപ്പോ ചുറ്റിക്കറങ്ങാനൊന്നും സമയമില്ല. നീ അതൊക്കെ മാറ്റി കളഞ്ഞേക്ക്. രമേശേ, ഇനി എന്നെ തെരഞ്ഞിട്ട് ഈ വഴിക്കൊന്നും വരരുത് കേട്ടോ. അച്ചു, നീ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? ഓ, നീ ഒന്ന് ഇവിടുന്ന് പോയി തരുമോ? അച്ചു, ഞാൻ നിന്നെ കാണാനാണ് വന്നത്. രമേശേ, കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ പലതും ഉണ്ടാവും നമ്മൾ തമ്മിൽ. പക്ഷെ അതൊക്കെ പിന്നെയും തുടർന്ന് പോകാനൊന്നും താല്പര്യമില്ല. മാത്രമല്ല, എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി നീ എൻ്റെ പിന്നാലെ നടക്കരുത് പ്ലീസ്. എന്ത്? നിന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? ഞാൻ വിശ്വസിക്കില്ല. അയ്യോ, നീ ഒന്ന് ഇവിടുന്ന് പോയി തരുമോ? അവര് രവിയേട്ടൻ്റെ വീട് കാണാൻ പോയിരിക്കുന്നു. ഹോയ് രവിയേട്ടൻ. അച്ചു, ആരാത്? ആരാ രവിയേട്ടൻ? ആരാ നിന്റെ രവിയേട്ടൻ? ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്ന ആളാണ് രവിയേട്ടൻ. അച്ചു, അശ്വതി, അപ്പൊ നിനക്കെന്നെ വേണ്ടേ? നീ ഒന്ന് പൊക്കെ രമേശേ. ഒരു ലൊക്കട സ്കൂട്ടി ആയിട്ട് വന്നിരിക്കുക. രവിയേട്ടൻ ഈസ് എ ബിസിനസ് മാൻ. നീ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലേ? ആരാ അവിടെ അച്ഛൻ്റെ കൂടെ ഒരു ബൈക്കിലൊരു ചെക്കൻ വന്നിക്കണ്? അയ്യോ, അമ്മയും സീമാന്റിയും വരുന്നു. എടാ, നീ ഒന്ന് വേഗം പോയിക്കേ ഇവിടുന്ന്. അറിയില്ല, ആരാന്നറിയില്ല. നോക്കി നിൽക്കാതെ പോടാ ഒന്ന് വേഗം. ഞാൻ ഇപ്പൊ പോകുന്നു, പക്ഷെ ഞാൻ വരും വീണ്ടും. ഓ, രക്ഷപ്പെട്ടു. ആരാ അച്ചു ആ പോയത്? മോളെ, ആരാത്? അതമ്മേ, വഴി ചോദിച്ചു വന്നതാണ്. ആരുടെയോ വീട് ചോദിച്ചതാണ്. എനിക്കറിയില്ല. ആ പരിസരത്ത് ആരോടെങ്കിലും ചോദിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ആരുടെ വീട്? ആരുടെ വീട് ചോദിച്ചത്? പേര് പറഞ്ഞില്ലേ? അത് പിന്നെ എന്താ, വിജയന്റെ വീട് ഏതാന്ന് ചോദിച്ചു. വിജയന്റെ വീടോ? അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്തുണ്ടോ സിമേ? അത് തന്നെ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരാളും ഇല്ലല്ലോ നമ്മുടെ അടുത്ത്. വിജയൻ തന്നെയാണോ മോളെ പേര് പറഞ്ഞത്? നിങ്ങൾക്കിപ്പോ എന്താ അതെന്നെ അറിയണമെന്ന് എത്ര വാശി? വേറൊന്നും ചോദിക്കല്ലേ? നിങ്ങൾ പോയ കാര്യങ്ങളൊന്നും പറയാതെ ഇതാണോ ചോദിക്കുന്നത്? കണ്ടോ ചേച്ചി, അവളുടെ മുഖത്തുള്ള ദേഷ്യം കണ്ടില്ലേ? നമ്മളൊന്നും പറയാത്തതിലുള്ള സങ്കടാണ് അല്ലേ? എന്താ പെണ്ണിന്റെ തിടുക്കം? ഒന്ന് പോ സീമാൻറ്റി. വിമലേച്ചി, ഞാൻ എന്നാ അവിടെ നടക്കട്ടെ കേട്ടോ. വീട്ടിൽ വന്നിട്ട് പോവാ സീമേ. വായോ. വാ ആൻറ്റി. സീമാൻറ്റി വാ വീട്ടിക്ക്. അവിടെ പോയിട്ട് ഇപ്പൊ എന്താ കാര്യം? വാ, ചെറിയച്ചൻ പോയില്ലേ? വാ സീമാൻറ്റി. അല്ല, അമലും ടീനും എന്തിയെ? അവരെ കണ്ടില്ലല്ലോ. അച്ഛൻ ടൗണിൽ ഇറങ്ങി. അപ്പൊ അവർ രണ്ടുപേരും ഇറങ്ങി. അവർക്ക് എന്തൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അവര് വന്നിട്ട് പോവാൻ സീമാൻറ്റി. വാ. എങ്കിൽ ശരി, വാ നടക്ക്. ആൻറ്റി, എങ്ങനെയുണ്ട് രവിയേട്ടനും ഫാമിലിയും? ഓ, നല്ല ഫാമിലിയാണ് മോളെ, കുഴപ്പമൊന്നുമില്ല. നല്ല ഫാമിലിയാണ്. നമുക്ക് പറ്റിയത് തന്നെയാണ്. പിന്നെ രവിയും കുഴപ്പമൊന്നുമില്ല. അമ്മ ഡ്രസ്സ് മാറിയപ്പോഴേക്കും ചുട്ടിട്ട് വയ്യ. അതങ്ങ് ഡ്രസ്സ് മാറിയേക്കുമ്പോ സുഖമായി. പറ അമ്മേ, എന്താണ് അവിടുത്തെ വിശേഷങ്ങള്? കുഴപ്പമൊന്നുമില്ലടി. സീമാനി പറഞ്ഞ പോലെ തന്നെ നല്ല ഫാമിലിയാ. അവരൊക്കെ നല്ല ഒത്തൊരുമയോട് കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മോളും അതുപോലെ വേണം ഇനി അവിടെ പോയാല്. അവരെ നെക്സ്റ്റ് ഞായറാഴ്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിശ്ചയം നടത്താം. നെക്സ്റ്റ് വീക്കിലോ? എന്താ അമ്മേ ഇത്ര നേരത്തെയോ? ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ തന്നെ നിന്നോട് പറഞ്ഞില്ലേ അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് വെക്കാന്ന്? പറഞ്ഞു. എന്നാലും എന്തെന്നാലും ഇതൊക്കെ പത്ര വളരെ സിമ്പിൾ അല്ലേ? ഒരു മോതിരമാറ്റ ചടങ്ങല്ലേ? അതിനിപ്പോ എന്തിനെ പേടിക്കുന്നത്? എന്നാലും ആന്റി, ഒരു പ്രിപ്പറേഷൻ ഒക്കെ വേണ്ടേ? എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്താണ് നിനക്കിപ്പോ? എന്താണ് ഡ്രസ് എടുക്കണം അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ? ഡ്രസ് മാത്രോ? അതില് വർക്ക് ചെയ്യിപ്പിക്കണം, അതെന്റെ ഷേപ്പിലാക്കണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ? 2 ആഴ്ച കൊണ്ട് അതൊക്കെ നടക്കുമോ? അതൊക്കെ നടക്കും. 2 ആഴ്ച കൊണ്ട് അതൊക്കെ നടക്കും. നീ ഒന്ന് വേഗം സ്പീഡിൽ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ സീമയെ, നമുക്ക് നാളെ ഡ്രസ് എടുക്കാൻ പോയാലോ? പോവാണെങ്കിൽ പോവാം. നമുക്ക് പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് പോവാം അല്ലേ? അയ്യോ, അത് വേണ്ട. ടീനുവിന് ഡ്രസ് എടുക്കണമെങ്കിൽ അവളെ കൊണ്ട് പോയാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവൾ ആ വീട് പൊളിച്ചടക്കും. എങ്കിൽ നമുക്ക് നാളെ തന്നെ പോവാം ആന്റി, ഡ്രസ് എടുക്കാം. ശരി മോളെ. ആന്റി എന്തായാലും വരണം കേട്ടോ. ഈ അമ്മേനേറ്റ് പോയ അമ്മ എന്തായാലും പഴയ
ആന്റി എന്തായാലും വരാം. പിന്നെ ഞാൻ എന്നാണ് ഈ പഴയ മോഡൽ എടുത്തിരിക്കുന്നത്? നിന്റെ സമ്മതമില്ലാതെ ഞാൻ ഡ്രസ് എടുക്കാറുണ്ടോ? നിന്നെ കൂട്ടിയിട്ടല്ലേ പോവാറ്? അയ്യോ, എന്റെ അമ്മയ്ക്ക് വിഷമായോ? സോറി അമ്മ, എന്റെ അമ്മയെ വിഷമപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. വേണ്ട, നീ എന്നോട് മിണ്ടണ്ട. പോട്ടേച്ചി, അവള് ചുമ്മാ പറഞ്ഞതല്ലേ. അതെ അമ്മേ, പ്ലീസ് അമ്മേ, സങ്കടപ്പെടല്ല അമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. എന്റെ അമ്മ എനിക്ക് എപ്പോഴും അതെ അടിപൊളി ഡ്രസ്സുകൾ എടുത്തരാറ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഇത്. ആണല്ലോ, ഞാൻ നിനക്ക് അടിപൊളി ഡ്രസ്സ് അല്ലേ എടുത്തു തരാറ്. അതമ്മേ, എന്റെ അമ്മ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ ആരും ഉള്ളൂ. ആ സീമേ, നീ ഇരിക്കി, ഞാൻ വെള്ളം കലക്കാം. വേണ്ട ചേച്ചി, വെള്ളം ഒന്നും കലക്കണ്ട. എങ്കിൽ എന്നാ ഫുഡ് കഴിക്കാം. പിള്ളേർ വരട്ടെ, എന്നിട്ട് മതി ചേച്ചി. ശരി എന്നാ. ആ മോളെ, ബ്യൂട്ടീഷ്യനെ ഏൽപ്പിക്കണം കേട്ടോ. ആ ആന്റി, ബ്യൂട്ടീഷ്യനൊക്കെ ഏൽപ്പിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ വിളിച്ചാലോ? എന്താ അമ്മേ, അമ്മയുടെ അഭിപ്രായം? ആന്റിയുടെ ഫ്രണ്ട് ഉണ്ടെന്ന്, അത് മതിയോന്ന്? അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി, അതൊന്നും എനിക്കറിയത്തില്ല. ബ്യൂട്ടീഷ്യനെ ഏൽപ്പിക്കുക, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ആ ആന്റിയുടെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതല്ലേ എളുപ്പം. അപ്പം അത് മതിയില്ലേ അമ്മേ? എന്തായാലും എൻ്റെ മോൾക്ക് അവിടെ പോയ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. അവരൊക്കെ നല്ല സ്നേഹമുള്ളവരാ മോളെ. രണ്ട് ഏട്ടത്തിമാരും നല്ല സ്നേഹത്തോടെയാണ് കഴിയണേ. മോളും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടെ കഴിയണം. അതൊക്കെ എനിക്ക് അറിയില്ല അമ്മേ. അനു, നമ്മൾ എങ്ങനത്തെ ഡ്രസ്സ് എടുക്കുക? നമുക്ക് ഫ്രോക്ക് എടുത്താലോ? ഏയ് അതൊന്നും വേണ്ട, അതൊക്കെ ഓൾഡ് ഫാഷനാ. നമുക്ക് ദാവണി സെറ്റ് ആയാലോ? ആ അത് മതി. നിങ്ങൾ എന്താ ഇവിടെ ചർച്ച ചെയ്യുന്നത്? ആ എത്തിയോ കീടങ്ങള്? എന്താ ചേച്ചി ഇപ്പൊ വിളിച്ചത്? കീടങ്ങളെന്നോ? ആരെ കീടങ്ങളെന്നേ ഞങ്ങൾക്ക് അറിയാം. അയ്യോ അങ്ങനെയല്ല പാറമോളെ, കിടാങ്ങളെന്നാ ചേച്ചി പറഞ്ഞത്. വേണ്ട വേണ്ട ചേച്ചി, ഇനി കിടന്ന് ഉരുളൊന്നും വേണ്ട. ചേച്ചി അങ്ങനെ തന്നെ വിളിച്ചത്. എന്തിനാ ചേച്ചി ഞങ്ങളോട് ഇങ്ങനെ? മതി അനു, നീ അവരോട് കാര്യം പറ. നിങ്ങൾ ചെറിയച്ഛന്റെ നിശ്ചയത്തിന് എന്താ എടുക്കണത്? ഡ്രസ് എന്താ എടുക്കണെന്നാ ചോദിച്ചത്. എന്താ ലച്ചു നമുക്ക് എടുക്കുക? അതൊക്കെ അമ്മ എടുത്തു തരും, നമ്മൾ അതിനെ പറ്റി ചിന്തിക്കൊന്നും വേണ്ട. ഞങ്ങൾ എന്താ അറിയോ, ദാവണി സെറ്റ് എടുക്കുന്നത്. ദാവണി സെറ്റോ? അതൊക്കെ വലിയ പിള്ളേരെ എടുക്കുന്നതാ. എന്താ ഞങ്ങൾ എന്താ വലിയ കുട്ടികളല്ലേ? നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്തോ, ഇല്ലെങ്കിൽ അമ്മമാർ നിങ്ങൾക്ക് ഒരു ഉടുപ്പ് മേടിച്ചു തന്നിട്ട് അതിലാണ്ട് മയക്കും നിങ്ങളെ. വല്യമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അത് വല്യമ്മേ, ചെറിയച്ഛന്റെ നിശ്ചയത്തിന് ഡ്രസ്സ് എടുക്കണ്ടേ, അപ്പൊ ഞങ്ങൾ ഏത് ഡ്രസ്സ് ഇടണമെന്ന് സെലക്ട് ചെയ്യായിരുന്നു. ആ അമ്മേ, ഞങ്ങൾ ദാവണി സെറ്റ് എടുക്കാന്നാ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ അമ്മേ, ഒരു ദാവണി സെറ്റിന് അധികം പൈസ ഒന്നും ആവില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ, അതിന് അത്രയൊന്നും വില വരില്ല വല്ലമ്മേ. അതമ്മേ, അതിന് അധികം ഒന്നും ആവില്ല. എന്നാ നമുക്ക് നാളെ പോയി ഡ്രസ് എടുത്താലോ? അതെ, 2 ആഴ്ചയല്ലേ ഉള്ളൂ, അതിനുള്ളിൽ ഡ്രസ്സൊക്കെ എടുത്ത് അടിക്കാൻ കൊടുക്കണം വല്ലമ്മേ. നാളെയോ? നാളെ തന്നെ പറ്റുന്നില്ല, 2 ദിവസം കഴിയട്ടെ.